വികസനം നാടിന് അനിവാര്യമാണ്. എന്നാൽ ആ വികസനം ഒരു ജനതയുടെ വഴിമുടക്കിയാലോ അവരുടെ ജീവന് ഭീഷണിയായാലോ അതൊരു ചോദ്യചിഹ്നമായി മാറുന്നു. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതം ദുരിതത്തിലാക്കിക്കൊണ്ടുള്ള ഒരു വികസനവും നല്ലതല്ല. ഇത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി നോർത്ത് അയനിക്കാട് പള്ളി പ്രദേശം. ദേശീയപാത വികസനം ഒരു വൻമതിൽ പോലെ ഈ ഗ്രാമത്തെ നെടുകെ പിളർത്തിയിരിക്കുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ചിതറിക്കിടക്കുകയാണ് ഇവിടുത്തെ ജീവിതം. അയനിക്കാട് വെൽഫെയർ സ്കൂൾ, അയനിക്കാട് ALP സ്കൂൾ, കൃഷിഭവൻ, ഹോമിയോ ഡിസ്പെൻസറി, ഹയാത്തുൽ ഇസ്ലാം മദ്രസ എന്നിവ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുമ്പോൾ അയനിക്കാട് അയ്യപ്പക്ഷേത്രം, അയനിക്കാട് ഹൈദ്രോസ് ജുമാ മസ്ജിദ്, പള്ളിയോട് ചേർന്ന് ഖബർസ്ഥാൻ, അയനിക്കാട് വെസ്റ്റ് UP സ്കൂൾ, ടെക്നിക്കൽ ഹൈസ്കൂൾ, വിദ്യാനികേതൻ സ്കൂൾ എന്നിവ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഇവിടുത്തെ ജനങ്ങൾക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കായി റോഡിൻ്റെ ഇരുവശങ്ങളിലേക്കും പോയേ തീരൂ. എന്നാൽ ഈ റോഡ് മുറിച്ചു കടക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഏറ്റവും വലിയ ആശങ്ക നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്താണ്. 10 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള 100 കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഈ ഹൈസ്പീഡ് കോറിഡോറിന് ഇരുവശങ്ങളിലുമുള്ള സ്കൂളുകളിലായി പഠിക്കുന്നത്. വിദ്യാലയങ്ങളിലേക്കുള്ള അവരുടെ യാത്ര ഇന്ന് മരണത്തോടുള്ള മുഖാമുഖം നിൽക്കലാണ്. പലതവണ വലിയ അപകടങ്ങൾ തലനാരിഴക്കാണ് ഒഴിവായത്. മക്കളെ വിദ്യാലയത്തിലേക്ക് അയച്ച് നെഞ്ചിലെരിയുന്ന തീയുമായി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ മാതാപിതാക്കൾ. പ്രായമായവർക്കും രോഗികൾക്കും ഇതൊരു നരകയാതനയാണ്. ഹോമിയോ ഡിസ്പെൻസറിയിൽ പോകാനോ ആരാധനാലയങ്ങളിൽ പോകാനോ കഴിയാതെ അവർ വീടുകളിൽ തളച്ചിടപ്പെടുന്നു. കണ്ണൂരിനും കൊയിലാണ്ടിക്കുമിടയിൽ ശബരിമല തീർത്ഥാടകർക്ക് വിശ്രമിക്കാനുള്ള പ്രധാന ഇടമായ അയ്യപ്പക്ഷേത്രവും 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏക ഖബർസ്ഥാനും ഇവിടെയാണ്. ആരെങ്കിലും മരണമടഞ്ഞാൽ മൃതദേഹം ഖബറടക്കാൻ പോലും കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ടുന്ന ഗതികേടിലാണ് ഈ നാട്ടുകാർ. ഈ ആവശ്യം ഇന്ന് തുടങ്ങിയതല്ല. കഴിഞ്ഞ 4 വർഷമായി നാട്ടുകാർ ഇതിന് സമാധാനപരമായി പോരാടുന്നു. മുൻ MP K മുരളീധരൻ, പരേതയായ MLA കാനത്തിൽ ജമീല, PWD വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ തുടങ്ങിയ എല്ലാവർക്കും നിവേദനങ്ങൾ നൽകിയിരുന്നു. പക്ഷേ ദേശീയപാത അതോറിറ്റിയുടെ മറുപടി വിചിത്രമാണ്. 1 കിലോമീറ്ററിനകലെയുള്ള പയ്യോളി ടൗണിലെ അണ്ടർപാസോ അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ അകലെയുള്ള അയനിക്കാട് പോസ്റ്റ് ഓഫീസ് ഭാഗത്തെ അണ്ടർപാസോ ഉപയോഗിക്കാനാണ് അവരുടെ നിർദ്ദേശം. ആലോചിച്ചു നോക്കൂ, പയ്യോളി ടൗണിനും അയനിക്കാട് പോസ്റ്റ് ഓഫീസിനുമിടയിൽ ഏകദേശം 2.5 കിലോമീറ്ററോളം ദൂരം റോഡ് മുറിച്ചു കടക്കാൻ വേറെ വഴിയില്ല. ഇതിൻ്റെ കൃത്യം മധ്യഭാഗത്താണ് ജനസാന്ദ്രതയേറിയ പയ്യോളി നോർത്ത് എന്ന അയനിക്കാട് പള്ളി പ്രദേശം. ഒരു വാഹന അണ്ടർപാസ് പോലുമില്ലാതെ 2.5 കിലോമീറ്റർ ദൂരം ജനങ്ങളെ വലയ്ക്കുന്നത് എന്ത് നീതിയാണ്? ഇനിയും കാത്തിരിക്കാൻ ഈ നാടിനാവില്ല. പയ്യോളി നോർത്ത് NH66 അണ്ടർപാസ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങുകയാണ്. NH66-ൽ 209.0 കിലോമീറ്ററിനും 209.5 കിലോമീറ്ററിനുമിടയിൽ ഒരു വെഹിക്കുലർ അണ്ടർപാസ് അനുവദിക്കുക എന്നത് ഒരു ഔദാര്യമല്ല, ജനങ്ങളുടെ അവകാശമാണ്. ഉടൻ തന്നെ അധികാരികൾ സ്ഥലം സന്ദർശിക്കണം. ഈ ജനകീയ ആവശ്യം അംഗീകരിക്കണം. അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഈ നാട് സാക്ഷ്യം വഹിക്കും.